ഗൈസ്, നിങ്ങൾ ജനാധിപത്യത്തെ അടിമകളെ കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോ ഒന്ന് കണ്ടു. ലീക്ക് ഉണ്ടോ? എനിക്ക് ബോധ്യമായി ഇവിടെ ലീക്കില്ലാന്ന്. അത് നിങ്ങളും കേട്ടതല്ലത്. പിന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ ലീക്കും ആ മേൽസ്ലാവിന്റെ ആ വിള്ളലും ഒക്കെ കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും എന്താ പറയുന്നത്, ഇവിടെ ലീക്കില്ല എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ട് എന്നെ കുറിച്ച് തന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും അനുഭവിച്ചു വന്ന ഒരാളാണ്. പക്ഷെ പുത്തുമലക്കാർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഈ ചോർച്ചകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ഒന്ന് സമ്മതിക്കാം, ചെറിയൊരു വിള്ളലുണ്ട്, അത് ഞങ്ങൾ പരിഹരിക്കുന്നു പറയാൻ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. ഇത് അതും ആ മാർക്ക് മായ്ച്ചു കഴിഞ്ഞിട്ടും വിള്ളലില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും കണ്ടതാണ്, ജനങ്ങൾ മൊത്തം കണ്ടതാണ്. ആ മാർക്ക്, ഞാൻ മേലുള്ള ആ മാർക്കും ആ നല്ലൊരു അരഞ്ച് വീതിയിലാണ് ശേഷം സംഭവിക്കുന്നത് എന്താണ്? താങ്കൾക്ക് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരായിട്ടുള്ള സംഗതികൾ കാണുന്നുള്ളൂ. പേഴ്സണലി എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് ഇത് പറയുമ്പോൾ എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇവർക്കൊക്കെ ഇത് അനുഭവം വരുമ്പോൾ അവർക്കും ഇത് പഠിച്ചോളും. കാരണം ഞാൻ അത്ര ദുരിതത്തിൽപ്പെട്ട് വന്ന ഒരാളാണ്. ആളെ പലതരത്തിലാണ് എന്റെ വീട്ടുകാരെ, എന്റെ ഉമ്മാനെ, വാപ്പാനെ എല്ലാവരും കുറിച്ചിട്ടും ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ പറയാൻ പറ്റില്ല. അതിലൂടെ അങ്ങനത്തെ ഒരു അഭിഷേകമാണ് എന്നെ ഇതുവരെ നടത്തിയത്. പക്ഷെ അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വന്നത്. കാരണം ഞാൻ ഇതുവരെ സർക്കാർ വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീട്ടിൽ ഒരു വിള്ളൽ വന്നതിന്റെ പേരിൽ പരാതി ഉന്നയിക്കുകയും ആ പരാതി റവന്യൂ മന്ത്രി വിളിച്ചറിയിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് റവന്യൂ മന്ത്രി നമ്മുടെ രാജൻ സൈറ്റിലെത്തുകയും അത് കാണുകയും അതിനെതിരെ പരിഹാരം കാണുന്നതിന് പകരം അതിന് കോൺട്രാക്ട് കൊടുത്ത ഊരാളുകളിനെ ന്യായീകരിച്ചിട്ട് അതൊരു പെൻസിൽ വരെയാണെന്നൊക്കെ പറഞ്ഞ് അത് മായ്ക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു. ആ ഒരു കൺസ്ട്രക്ഷൻ്റെ കംപ്ലൈൻറ്റ് തീർത്ത് കൊടുത്ത് അതിനൊരു പരിഹാരം കാണുന്ന വാക്ക് കൊടുക്കുന്നതിൻ്റെ പകരം അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കുന്നതിൻ്റെ പകരം അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നതിനും അദ്ദേഹം ആ വീടിന് അർഹതനല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ പോലും ഉമ്മയും ഉപ്പയും ഒക്കെ വരെ തെറി വിളിച്ച് എന്ത് രാഷ്ട്രീയമാണോ അതൊക്കെ? അദ്ദേഹത്തെ വ്യക്തിയാധിക്ഷേപം ചെയ്യുന്ന ഇത്തരം രാഷ്ട്രീയ ചെറ്റകളെ അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. കമ്മികൾ, അല്ല എന്താ പറയുക, അടിമക്കമ്മികൾ എന്നൊക്കെ പറയില്ലേ? എന്ത് തന്തല്ലാത്തരം ചെയ്താലും അതിനെ വെളുപ്പിച്ച് ന്യായീകരിക്കുന്ന കുറേ ഉണ്ടാവും. നിങ്ങളൊക്കെ പ്രൊഫൈൽ, നിങ്ങളൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് എടുത്ത് നോക്കി ഓരോളെങ്കിലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അത് ഇവരൊരു പാർട്ടീൻ്റെ പ്രത്യേകതയാണ്. CPM എന്ന പാർട്ടി നിർമ്മിച്ചു കൊടുത്ത വീട് പോലെയാണ് ഇവരൊക്കെ കാണിച്ചു കൊടുത്തത്. കണ്ടാൽ സർക്കാരിൻ്റെ പണമാണ്, പൊതുജനങ്ങളുടെ പിരിപ്പിച്ചുണ്ടാക്കിയ പൈസയാണ്. എടാ, ഈ പറയുന്നൊരു ന്യായം ഉണ്ടോ? എന്താ കാര്യമൊന്നും അന്വേഷിക്കാനൊന്നും ഇവർക്ക് ഗ്യാപ്പേ ഇല്ല. ഈ രാഷ്ട്രീയം എന്നൊന്നും ചിന്തിക്കില്ല. പാർട്ടിക്കെതിരെ പറഞ്ഞോ കഴിഞ്ഞ്. എന്നാൽ ഇവരാണ് ഭയങ്കര ജനാധിപത്യവാദികളും, എന്താ പറയുക, ഭയങ്കര ജനാധിപത്യത്തിന്റെ തലപ്പാവ് കൊണ്ടെടുക്കുന്ന ആൾക്കാർ ഇവരാണ്. പറയാതെ വയ്യടോ, അത്രയും ദുരിതം അനുഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇവർ ഇങ്ങനെ ഏറി കയറ്റുന്നത്. അല്ലെങ്കിൽ ഇത്രയും തെറി വിളിക്കുന്നത്. ഈ തെറി വിളിക്കുന്ന രാഷ്ട്രീയക്ക് എന്ത് രാഷ്ട്രീയമാണാവും? ഇനി അദ്ദേഹത്തിന്റെ ഭാവിയൊക്കെ കണ്ടറിയാം. അവിടെ വീട്, ഇനി പുനരധിവാസത്തിൽ അദ്ദേഹത്തിന് വീടുണ്ടാവും, ഉള്ള വീട് നഷ്ടപ്പെടുമെന്നൊക്കെ കണ്ടറിയാം. ഇനി എൻ്റെ ഈ വീഡിയോൻ്റെ കമൻറ്റിലും വന്ന് നോക്കിക്കോളി. ഇനി അടിമക്കണ്ണന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും.